യുവത്വം പ്രിയപ്പെട്ട കെ പി സാജു ഇതാ ഈ വാഹനത്തിന് തൊട്ടുപിറകിലായി ധീരമായ ചുവടുവെപ്പുകളോടെ കടന്നു വരികയാണ്. അനുഗ്രഹിക്കുക, ആശീർവദിക്കുക. പ്രിയപ്പെട്ട കെ പി സാജു ഇതാ ധീരമായ ചുവടുവെപ്പുകളോടെ കടന്നു വരുന്നു. അനുഗ്രഹിക്കുക, ആശീർവദിക്കുക. പ്രിയമുള്ളവരെ, നിങ്ങളുടെ ഓരോ രേഖപ്പെടുത്തി
ഈ റോഡ് ഷോയിൽ പങ്കെടുത്ത മുഴുവൻ UDF പ്രവർത്തകർക്കും ഹൃദയം നിറഞ്ഞ അഭിവാദ്യങ്ങൾ അറിയിക്കുന്നു. ഈ നാടിന് പരിചയപ്പെടുത്തലുകൾ അനിവാര്യമല്ലാത്ത, ഈ നാടിന്റെ തൊട്ട അടുത്ത വീട്ടിലെ പയ്യനെ പോലെ ഈ നാടിന് സുപരിചിതനായ പ്രിയങ്കരനായ നമ്മുടെ സാജുവേട്ടന് ഈ വിധി നിർണായകമായ പോരാട്ടത്തിൽ ഈ തലശ്ശേരിയുടെ മണ്ഡലത്തിൽ UDFന്റെ ഐക്യജനാധിപത്യ മുന്നണിയുടെ സാരഥിയായി, സ്ഥാനാർത്ഥിയായി നമ്മുടെ പാർട്ടിയും മുന്നണിയും നിയോഗിച്ചിരിക്കുകയാണ്. ഒരു കാര്യം തീർച്ചയാണ്, നാടിന്റെ സമാധാനവും ഐക്യവും കാക്കുന്നവരുടെ മുന്നിൽ ഈ തെരഞ്ഞെടുപ്പിൽ അവരുടെ വോട്ട് ഐക്യജനാധിപത്യ മുന്നണിക്കായിരിക്കും എന്ന കാര്യത്തിന് സംശയം വേണ്ട. നാടിനെ തമ്മിലടുപ്പിക്കുന്നവരുടെ വോട്ടല്ല, നാടിനെ ഒരുമിപ്പിക്കുന്നവരുടെ വോട്ട് അത് പ്രിയങ്കരനായ KP സാജുവിനായിരിക്കും എന്നുള്ളത് ഈ നാടിനെ സ്നേഹിക്കുന്നവരുടെ ഉറച്ച തീരുമാനമാണ്. ഒരുപക്ഷെ CPMന്റെ സാധാരണ പ്രവർത്തകർ പോലും നാട് ഒരുമിച്ച് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവര് പോലും ഇത്തവണ UDFനെ പരിഗണിക്കണം എന്നുള്ളതാണ് അവരോടുമുള്ള അഭ്യർത്ഥന. ഞാൻ ദീർഘമായ പ്രസംഗത്തിലേക്ക് മുതിരുന്നില്ല. കൺവെൻഷനിൽ കൂടുതൽ കാര്യങ്ങൾ പറയാം. നമുക്കറിയാം, KSUവിന്റെ കൊടി പിടിച്ചു വരുന്ന ഒരു സാധാരണക്കാരൻ രാഷ്ട്രീയമായി പാരമ്പര്യം അത് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിലൂടെ, യുവജന സംഘടനാ പ്രവർത്തനത്തിലൂടെ, കോൺഗ്രസിന്റെ നിരവധിയായ പദവികളിൽ പ്രസ്ഥാനം ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിറവേറ്റുന്നതിലൂടെ ഈ നാടിന് അഭിമാനമായ ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിന്റെ തലപ്പത്ത് നാട്ടിലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായി ആ പ്രസ്ഥാനത്തെ കൈപിടിച്ച് നടത്തിയതിലൂടെ സാധാരണ രോഗികൾക്കും നാട്ടിലെ ആളുകൾക്കും ആശ്വാസം എത്തിക്കുന്ന പ്രവർത്തനങ്ങളിലൂടെ എല്ലാത്തിലും ഉപരി ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ പൊതുപ്രവർത്തകൻ ഈ നാടിനെ തമ്മിലടിപ്പിക്കാൻ ശ്രമിച്ചവരുടെ പട്ടികയിൽ ഒരു കാലത്തും ഉണ്ടായിട്ടില്ല എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് നാട് ചേർത്ത് നിർത്തുന്ന ഊർജ്ജസ്വലനായ ഈ സാരഥിക്ക്, നാടിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യാൻ കഴിയാവുന്ന, ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്യാൻ കഴിയാവുന്ന പ്രിയപ്പെട്ട നമ്മുടെ സാരഥിക്ക് നിങ്ങൾ എല്ലാവരും ഹൃദയത്തിന്റെ അംഗീകാരം, വോട്ടും നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ആവർത്തിച്ച് ഞാൻ പറയുന്നു, കാര്യങ്ങൾ കുറെ പറയാനുണ്ട്. അതിപ്പോഴല്ല, കൺവെൻഷനിൽ പറയും. ഇപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹാഭിവാദ്യങ്ങൾ നേരുന്നു, ആശംസകൾ നേരുന്നു. പ്രിയപ്പെട്ട സാജുവേട്ടന് ഹൃദയം നിറഞ്ഞ വിജയാശംസകൾ ഈ മണ്ണിൽ നേരുകയാണ്. എനിക്ക് ആദ്യമായി പറയാനുള്ളത്, പ്രിയപ്പെട്ട ഷാഫി പറമ്പിൽ വടകരയിൽ വന്ന് ആ തെരഞ്ഞെടുപ്പ് സ്വീകരണം, ആദ്യത്തെ സ്വീകരണ പരിപാടികൾ പ്രസംഗിച്ചുകൊണ്ട് അവസാനം പറഞ്ഞ ഒരു വാക്കുണ്ട്. ആ വാക്ക് അദ്ദേഹത്തിന്റെ എല്ലാ ബോർഡുകളിലും ഒക്കെ ഉപയോഗിച്ച വാക്കാണ്, നമ്മൾ ജയിക്കും. നമ്മൾ ജയിക്കും, തലശ്ശേരിയിൽ നമ്മൾ ജയിക്കും. എന്തുകൊണ്ട് ജയിക്കണമെന്ന് പറഞ്ഞാൽ തലശ്ശേരിയിൽ മാറ്റമുണ്ടാകണം. തലശ്ശേരിയുടെ ചരിത്രം എന്ന് പറയുന്നത്, തലശ്ശേരി നിയോജക മണ്ഡലം ഉണ്ടായ കാലം മുതൽ എടുത്തു പരിശോധിച്ചു നോക്കിയാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വിജയിപ്പിച്ച പാരമ്പര്യമാണ് തലശ്ശേരിക്കുള്ളത്. തലശ്ശേരിയുടെ ചരിത്രം എന്ന് പറയുന്നത്, ഈ മണ്ണ് ഒരുപാട് ചരിത്രപരമായ പ്രാധാന്യമുള്ള മണ്ണാണ്. അവിടെയാണ് നമ്മൾ കാണേണ്ടത്, ഈ തലശ്ശേരിയിൽ നിന്നും ജയിച്ചു പോയ ആളുകൾ എന്താണ് തലശ്ശേരിക്ക് ചെയ്തത് എന്ന് നമ്മൾ പരിശോധിക്കണം. ഇവിടെ നിന്നും ജയിച്ചു പോയ ആളുകൾ മുഖ്യമന്ത്രിയായിട്ടുണ്ട്, ഇവിടെ നിന്നും ജയിച്ചു പോയ ആളുകൾ ആഭ്യന്തരമന്ത്രിയായിട്ടുണ്ട്, ഇവിടെ നിന്നും ജയിച്ചു പോയ ആളുകൾ ഉന്നതമായ പല സ്ഥലങ്ങളിലും ഇരുന്നെങ്കിലും ആ ഒരു പൊസിഷനിൽ നിന്നുകൊണ്ട് ഈ മണ്ഡലത്തിന് ആവശ്യമായ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റമുണ്ടാക്കാൻ ഇവർക്ക് സാധിച്ചോ എന്നുള്ളത് പരിശോധിക്കേണ്ട വസ്തുതയാണ്. തലശ്ശേരി മുനിസിപ്പാലിറ്റി കേരളത്തിലെ രണ്ടാമത്തെ മുനിസിപ്പാലിറ്റിയാണ്. കേരളത്തിൽ രണ്ടാമതുണ്ടായ മുനിസിപ്പാലിറ്റിയാണ്. ആ മുനിസിപ്പാലിറ്റിയുടെ അവസ്ഥ നോക്കൂ പ്രിയപ്പെട്ടവരെ, എത്രയോ പരിതാപകരമാണ്. അതുകൊണ്ട് തലശ്ശേരി വികസിക്കണം. തലശ്ശേരിയുടെ വികസനം നമുക്കുണ്ടാക്കണം. തലശ്ശേരിയുടെ ചരിത്രം അത് നല്ല രീതിയിൽ നമുക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തലശ്ശേരിയെ മാറ്റാൻ, തലശ്ശേരി കേരളത്തിലെ ഏറ്റവും മികച്ചൊരു ആസ്ഥാനമായി മാറ്റാൻ നമുക്ക് സാധിക്കണം എന്ന് മാത്രമേ ഈ അവസരത്തിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളൂ. ഒറ്റ കാര്യം പറയാം, നിങ്ങളോടൊപ്പം, നിങ്ങളിൽ ഒരാളായി നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഉണ്ടാകും എന്ന കാര്യം ഞാൻ ഉറപ്പു നൽകാൻ ആഗ്രഹിക്കുന്നു. ഒന്നുകൂടി പറയട്ടെ, നമ്മൾ ജയിക്കും. വോട്ടെണ്ണുമ്പോൾ നമ്മൾ ജയിച്ച് ആഹ്ലാദ പ്രകടനം നടത്തും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട്